നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോ വെറുതെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുക. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ബഹളങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് വളരെ അപൂർവമായി മാത്രമേ ആരെങ്കിലും നിങ്ങളോട് സത്യസന്ധമായി പറയുകയുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആളുകൾ പലപ്പോഴും ദൗർബല്യമായി തെറ്റിദ്ധരിക്കുന്ന ആ ശക്തിയെക്കുറിച്ചാണ്. ആളുകൾ ഭയപ്പെടുന്ന ആ നിശബ്ദതയെക്കുറിച്ച്, ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അതേ മൗനത്തെക്കുറിച്ച്. ഈ വീഡിയോ ഒരു കഥ പോലെയാകും തുടങ്ങുക, എന്നാൽ അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെയും ഇത് പൂർണ്ണമായും മാറ്റിയേക്കാം. കാർഡിനൽ റോബർട്ട് സാറയുടെ ദ പവർ ഓഫ് സൈലൻസ് എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ലോകം എത്രത്തോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം മനുഷ്യൻ ഉള്ളിൽ ശൂന്യനായിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളുടെ ശബ്ദങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങൾ, ആളുകളുടെ അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, വിമർശനങ്ങൾ, ഇവയ്ക്കെല്ലാം ഇടയിൽ നമ്മുടെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ മറന്നുപോയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളെ പുറത്തുള്ള ലോകവുമായി ബന്ധിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ഉള്ളിലെ ലോകവുമായി നിങ്ങളെ ചേർത്ത് നിർത്താനാണ്. ഇവിടെ അലർച്ചകളില്ല, പ്രകടനങ്ങളില്ല, മറിച്ച് നിങ്ങൾ നിങ്ങളെത്തന്നെ കണ്ടുമുട്ടുന്ന വളരെ ആഴത്തിലുള്ള ഒരു നിശബ്ദതയാണിവിടെ ഉള്ളത്. ഈ ഓഡിയോ ബുക്ക് മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് മനസ്സിലാകും, നിശബ്ദത എന്നത് ഒരു ശൂന്യതയല്ല, മറിച്ച് അതൊരു ശക്തിയാണ്, ഒരു അച്ചടക്കമാണ്. ആത്മവിശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും വ്യക്തതയിലേക്കും നിങ്ങളെ നയിക്കുന്ന ഒരു പാതയാണത്. ഈ വീഡിയോ ആൾക്കൂട്ടത്തിനിടയിൽ ജീവിക്കുമ്പോഴും ഏകാന്തത അനുഭവിക്കുന്നവർക്കുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക്, ലോകത്തിനു മുന്നിൽ ഒന്നും തെളിയിക്കാൻ നിൽക്കാതെ ഉള്ളിൽ നിന്ന് ശക്തരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇത്രമാത്രം: ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം ഇതിലെ ഓരോ അടുത്ത ഭാഗവും കഴിഞ്ഞതിനേക്കാൾ ആഴമുള്ളതാണ്. അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ തിരിച്ചറിവ് ഒരുപക്ഷെ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും നിങ്ങളുടെ ചിന്തകളെ അല്പമെങ്കിലും ഉണർത്തുകയും ചെയ്താൽ, പോകുന്നതിനു മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഈ ബഹളമയമായ ലോകത്ത് നാമെല്ലാവരും ചേർന്ന് നിശബ്ദതയുടെ ശക്തിയെ വീണ്ടും തിരിച്ചറിയാൻ, ആഴത്തിലുള്ളതും ജീവിതം മാറ്റിമറിക്കുന്നതുമായ ഇത്തരം ഓഡിയോ ബുക്ക് സംഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്കായി തുടർന്നും കൊണ്ടുവരുന്നതായിരിക്കും. ചാപ്റ്റർ 1: മൗനം ഈശ്വരന്റെ ഭാഷയാണ്. ഈ അധ്യായത്തിന്റെ തുടക്കം തന്നെ വളരെ ആഴത്തിലുള്ള ഒരു സത്യത്തെ നമ്മെ പരിചയപ്പെടുത്തുന്നു. ലോകം സംസാരിക്കുമ്പോൾ ഈശ്വരൻ മൗനത്തിൽ സംസാരിക്കുന്നു. കാർഡിനൽ റോബർട്ട് സാറ പറയുന്നു, ഇന്നത്തെ മനുഷ്യൻ ബഹളങ്ങൾക്ക് അടിമയായി കഴിഞ്ഞുവെന്ന്. അവനെപ്പോഴും ശബ്ദം വേണം, സംസാരം വേണം, വിനോദം വേണം. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അവന്റെ ഉള്ളിലെ ശബ്ദം. മൗനം ഒരു ശൂന്യതയല്ല. മൗനം ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് സത്യം ജനിക്കുന്ന ഇടമാണ് മൗനം. മനുഷ്യൻ എപ്പോഴാണോ നിശബ്ദനാകുന്നത്, അപ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥത്തിൽ കേൾക്കാൻ തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ മിടുക്കരാണ്, എന്നാൽ കേൾക്കാൻ വളരെ പിന്നിലും. മനസ്സിലാക്കാൻ വേണ്ടിയല്ല, മറുപടി പറയാൻ വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നത്. മൗനം ആത്മാവിന്റെ ഭക്ഷണമാണെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന് ഭക്ഷണം എത്രത്തോളം ആവശ്യമാണോ, അതുപോലെ ആത്മാവിന് മൗനവും ആവശ്യമാണ്. മൗനമില്ലെങ്കിൽ ആത്മാവ് ദുർബലമാകും, അസ്വസ്ഥമാകും, അതിന്റെ ദിശ നഷ്ടപ്പെടുകയും ചെയ്യും. പ്രകൃതി തന്നെയാണ് മൗനത്തിന്റെ വില നമ്മെ പഠിപ്പിക്കുന്നതെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. പർവ്വതങ്ങൾ നിശബ്ദമാണ്, സമുദ്രം അതിന്റെ ആഴങ്ങളിൽ ശാന്തമാണ്, ആകാശം ശബ്ദമുണ്ടാക്കാതെ എല്ലാം ഉൾക്കൊള്ളുന്നു. എന്നാൽ മനുഷ്യൻ മാത്രമാണ് എപ്പോഴും ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മൗനം നമ്മെ വിനയമുള്ളവരാക്കുന്നു, കാരണം നമ്മൾ നിശബ്ദരാകുമ്പോഴാണ് നമുക്കെല്ലാം അറിയില്ല എന്ന സത്യം നാം തിരിച്ചറിയുന്നത്. മൗനം നമ്മെ ക്ഷമ പഠിപ്പിക്കുന്നു, കാരണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പെട്ടെന്ന് ലഭിക്കില്ല. മൗനം നമ്മെ ശക്തരാക്കുന്നു, കാരണം സ്വന്തം നിശബ്ദതയോടൊപ്പം ഇരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ലോകത്തെ ഒരാൾക്കൂട്ടത്തിനും ഭയപ്പെടുത്താൻ കഴിയില്ല. ഈശ്വരനെ ഒരിക്കലും ബഹളങ്ങളിൽ കണ്ടെത്താൻ കഴിയില്ലെന്നും കാർഡിനൽ റോബർട്ട് സാറ പറയുന്നു. അവരെ എപ്പോഴും മൗനത്തിൽ മാത്രമേ കണ്ടെത്താനാകൂ. കാരണം മൗനത്തിൽ അഹങ്കാരം തകരുന്നു, പ്രകടനങ്ങൾ അവസാനിക്കുന്നു, മനുഷ്യൻ അവനവന്റെ യഥാർത്ഥ രൂപത്തിൽ മുന്നോട്ടു വരുന്നു. ഇന്നത്തെ ലോകത്തിൽ ആളുകൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി സംസാരിക്കുന്നു, അലറുന്നു. എന്നാൽ മൗനമായിരിക്കുന്ന വ്യക്തി ഉള്ളിൽ എത്രത്തോളം സമ്പൂർണനായിരിക്കുമെന്നാൽ അവന് സ്വയം മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. മൗനമെന്നാൽ സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക എന്നല്ല, മറിച്ച് ശരിയായ സമയത്ത് സംസാരിക്കാനും ശരിയായ സമയത്ത് മിണ്ടാതിരിക്കാനും പഠിക്കുക എന്നതാണ് ഇതിനർത്ഥമെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. മൗനത്തെ മനസ്സിലാക്കുന്നവന്റെ വാക്കുകൾ കുറവായിരിക്കും, എന്നാൽ അതിന് ആഴം കൂടുതലായിരിക്കും. അവൻ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകില്ല, മറിച്ച് അവർക്ക് വഴി കാണിക്കുന്നവനാകും. നിങ്ങൾ മൗനത്തെ ആശ്ലേഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കുരുക്കുകൾ പതുക്കെ അഴിയാൻ തുടങ്ങും. ഭയങ്ങൾ ശാന്തമാകും, മനസ്സ് കൂടുതൽ വ്യക്തമാകും. ഇതുകൊണ്ടാണ് വലിയ ചിന്തകളും ആഴത്തിലുള്ള തീരുമാനങ്ങളും യഥാർത്ഥ സമാധാനവും എപ്പോഴും മൗനത്തിൽ നിന്ന് ജനിക്കുന്നത്. ഈ അധ്യായം നമുക്കൊരു വെല്ലുവിളി നൽകുന്നു. ഈ ബഹളമയമായ ലോകത്തുനിന്ന് മാറി കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ധൈര്യമുണ്ടോ? കാരണം എന്ന് നിങ്ങൾ മൗനത്തെ ഭയപ്പെടാതിരിക്കുന്നുവോ, അന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങും. ആ തിരിച്ചറിവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. ചാപ്റ്റർ 2:
ബഹളം ആത്മാവിനെ ദുർബലമാക്കുന്നു. ബഹളങ്ങൾ ഒരിക്കലും നമ്മുടെ കാതുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് അത് പതുക്കെ നമ്മുടെ ആത്മാവിനെ ആക്രമിക്കുന്നു എന്ന് കാർഡിനൽ റോബർട്ട് സാറ ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇന്ന് മനുഷ്യൻ നാലുപാടുനിന്നും ശബ്ദങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. മൊബൈൽ റിംഗ് ടോണുകൾ, നോട്ടിഫിക്കേഷനുകൾ, TV, സോഷ്യൽ മീഡിയ, ആളുകളുടെ അഭിപ്രായങ്ങൾ, പരാതികൾ. ഈ നിലയ്ക്കാത്ത ബഹളം മനസ്സിനെ തളർത്തുന്നു. മനസ്സ് തളരുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ മനുഷ്യൻ മറക്കുന്നു. ബഹളങ്ങൾ നമ്മെ ഉപരിപ്ലവമായ ചിന്താഗതിക്കാരാക്കുന്നുവെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുകയും എല്ലാം വേഗത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾക്കൊരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും വളരെ കുറച്ചു മാത്രമേ അവർക്ക് മനസ്സിലാകുന്നുള്ളൂ. ബഹളം നമ്മെ അസ്വസ്ഥരാക്കുന്നു, കാരണം അത് നമ്മിൽ നിന്ന് അകറ്റുന്നു. സമാധാനത്തിന്റെ ഒരു നിമിഷം വരുമ്പോഴേക്കും അത് നികത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നു, കാരണം നമ്മുടെ സ്വന്തം ചിന്തകളെപ്പോലും നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ബഹളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പുറമേ എത്ര ആക്റ്റീവായി കാണപ്പെട്ടാലും ഉള്ളിൽ അവൻ പതുക്കെ ശൂന്യനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ അധ്യായം നമ്മോട് പറയുന്നു. ബഹളം മനുഷ്യന്റെ ആത്മീയമായി കേൾക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു എന്ന് കാർഡിനൽ റോബർട്ട് സാറ വിശദീകരിക്കുന്നു. എപ്പോഴും ശബ്ദങ്ങൾ മാത്രമുള്ളപ്പോൾ മനസാക്ഷിയുടെ നേർത്ത ശബ്ദം ഇല്ലാതാകുന്നു. ഇതുകൊണ്ടാണ് പലരും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അവരത് അറിയുന്നുപോലുമില്ല, കാരണം ഉള്ളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്ന ആ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ബഹളം നമ്മെ പ്രതികരണശേഷി മാത്രമുള്ളവരാക്കുന്നു. ചിന്തിച്ചല്ല, മറിച്ച് പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തുടങ്ങുന്നു. ഇതിലൂടെ ബന്ധങ്ങൾ വഷളാകുന്നു, തീരുമാനങ്ങൾ തെറ്റാകുന്നു, ജീവിതത്തിൽ പശ്ചാത്താപം വർദ്ധിക്കുന്നു. ഏത് സമൂഹത്തിനാണോ മൗനം നഷ്ടപ്പെടുന്നത് അവർക്ക് ഉടൻ തന്നെ വിവേകവും നഷ്ടപ്പെടുമെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ബഹളങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ പതുക്കെ നമ്മുടെ ആത്മാവിന്റെ ശക്തി നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഈ അധ്യായം മുന്നറിയിപ്പ് നൽകുന്നു. പരിഹാരം വളരെ വലുതൊന്നുമല്ല. കുറച്ചു നേരത്തേക്കെങ്കിലും ഈ ബഹളങ്ങളിൽ നിന്ന് നാം അകലം പാലിക്കണം. ഒരു ദിവസം കുറച്ചുനേരം മൊബൈലില്ലാതെ, സംസാരിക്കാതെ, ഒരു ശബ്ദവുമില്ലാതെ ഇരിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ കുരുക്കുകൾ പതുക്കെ ശാന്തമാകുന്നതും ചിന്തകൾ വ്യക്തമാകുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ബഹളങ്ങളിൽ നിന്ന് അകലുന്നത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് സ്വയം രക്ഷിക്കലാണ് എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം സ്വന്തം ഉള്ളിൽ സമാധാനം നിലനിർത്താൻ കഴിയുന്ന മനുഷ്യന് മാത്രമേ ഈ ബഹളമയമായ ലോകത്ത് യഥാർത്ഥത്തിൽ ശക്തനാകാൻ കഴിയൂ. ചാപ്റ്റർ 3. മൗനത്തിൽ മനുഷ്യൻ സ്വയം തിരിച്ചറിയുന്നു. ഒറ്റയ്ക്ക് നിശബ്ദമായി ഇരിക്കാൻ പഠിക്കുന്നതുവരെ മനുഷ്യന് ഒരിക്കലും സ്വയം പൂർണ്ണമായി അറിയാൻ കഴിയില്ല എന്ന സത്യം കാർഡിനൽ റോബർട്ട് സാറ ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് മിക്ക ആളുകൾക്കും ഏകാന്തതയെ ഭയമാണ്. കാരണം ഏകാന്തതയിൽ ബഹളങ്ങളില്ല, ശ്രദ്ധ തിരിക്കുന്ന ഒന്നുമില്ല. അവിടെ മനുഷ്യൻ തന്റെ സ്വന്തം ചിന്തകളെ നേരിട്ട് അഭിമുഖീകരിക്കുകയാണ്. മനുഷ്യൻ തന്റെ യഥാർത്ഥ മുഖം കാണുന്ന കണ്ണാടിയാണ് മൗനം എന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. ബഹളങ്ങൾക്കിടയിൽ നാം മുഖംമൂടികൾ ധരിക്കുന്നു, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കുന്നു. എന്നാൽ മൗനത്തിൽ അഭിനയം നടക്കില്ല. മൗനം നമ്മുടെ ദൗർബല്യങ്ങളും നമ്മുടെ ശക്തിയും നമുക്ക് കാണിച്ചു തരുന്നു. സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പലരും മൗനത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. ആത്മജ്ഞാനത്തിന്റെ തുടക്കം മൗനത്തിൽ നിന്നാണ് എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. മനുഷ്യൻ നിശബ്ദനാകുമ്പോൾ അവനിൽ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും ഭയങ്ങളും കുറ്റബോധങ്ങളും യഥാർത്ഥ സ്വപ്നങ്ങളും പുറത്തുവരാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയ എളുപ്പമല്ല, പക്ഷേ ഈ പ്രക്രിയ മനുഷ്യനെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്നു. മൗനത്തിൽ സ്വയം അംഗീകരിക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് ലോകത്തിന്റെ അംഗീകാരം ആവശ്യമില്ല എന്ന് കാർഡിനൽ റോബർട്ട് സാറ പറയുന്നു. അവൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ജീവിക്കില്ല, മറിച്ച് തന്റെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുന്നു. നമ്മൾ എപ്പോഴും ശരിയല്ല എന്ന് മൗനം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് അംഗീകരിക്കുന്നത് നമ്മെ കൂടുതൽ വിനയമുള്ളവരാക്കുന്നു. മൗനമില്ലാത്ത പ്രാർത്ഥന, ധ്യാനം, ആത്മചിന്ത എന്നിവ വെറും വാക്കുകളുടെ കളി മാത്രമായി മാറുമെന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ഒരു ആത്മീയ പരിശീലനത്തിനും അതിന്റെ ആഴങ്ങളിൽ എത്താൻ കഴിയില്ല. കലങ്ങിയ വെള്ളം അനക്കാതെ വെച്ചാൽ തെളിയുന്നതുപോലെ മൗനം നമ്മെ പതുക്കെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ചിന്തകൾ ശാന്തമാകുമ്പോൾ തീരുമാനങ്ങൾ വ്യക്തമാകുന്നു. എല്ലാ ദിവസവും കുറച്ചുനേരം സ്വന്തം മൗനത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ഗ്രന്ഥകർത്താവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ആ സമയത്ത് സ്വയം പോരാടാതിരിക്കുക, സ്വയം ന്യായീകരിക്കാതിരിക്കുക, നിങ്ങളെത്തന്നെ നോക്കുക, മനസ്സിലാക്കുക. ഈയൊരു പരിശീലനമാണ് മനുഷ്യനെ ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സ്വയം അറിയുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്നും ഈ നേട്ടം മൗനത്തിന്റെ വഴിയിലൂടെ മാത്രമേ കൈവരിക്കാനാകൂ എന്നും ഈ അധ്യായം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ചാപ്റ്റർ 4. മൗനം ശക്തിക്കും ധൈര്യത്തിനും ജന്മം നൽകുന്നു. മൗനം ഭീരുത്വമല്ല, മറിച്ച് അസാധാരണമായ ധൈര്യത്തിന്റെ ലക്ഷണമാണെന്ന് ഈ അധ്യായത്തിൽ കാർഡിനൽ റോബർട്ട് സാറ വ്യക്തമാക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഉള്ളിൽ ഭയമുള്ളവരാണ്. തങ്ങളുടെ അരക്ഷിതാവസ്ഥയെ വാക്കുകളുടെ ബഹളം കൊണ്ട് മൂടിവെക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ മൗനമായിരിക്കാൻ കഴിയുന്ന വ്യക്തി ഉള്ളിൽ എത്രത്തോളം സ്ഥിരതയുള്ളവനായിരിക്കും. എന്നാൽ അവന് എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കേണ്ട ആവശ്യം വരില്ല. മൗനം നമ്മെ ആത്മനിയന്ത്രണം പഠിപ്പിക്കുന്നുവെന്നും ആത്മനിയന്ത്രണമാണ് യഥാർത്ഥ ശക്തിയെന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. എല്ലാ പ്രകോപനങ്ങൾക്കും മറുപടി പറയാതെ, എല്ലാ അപമാനങ്ങൾക്കും പൊട്ടിത്തെറിക്കാതെ,
എല്ലാ സാഹചര്യങ്ങളിലും ക്ഷമയോടെ ഇരിക്കുമ്പോൾ മനുഷ്യൻ ശരിക്കും ശക്തനാകുന്നു. മൗനം മനുഷ്യനെ വൈകാരികമായി പക്വതയുള്ളവനാക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. സംസാരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തി നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ മിണ്ടാതിരിക്കുന്നതിലൂടെ നമ്മളത് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. മൗനം നമുക്ക് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള ധൈര്യം നൽകുന്നു എന്ന് കാർഡിനൽ റോബർട്ട് സാറ വിശദീകരിക്കുന്നു. ഉള്ളിൽ ശാന്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ അലറാതെയും ആക്രമണോത്സുകനാകാതെയും സത്യത്തിൽ ജീവിക്കാൻ കഴിയൂ. അവന് ആരോടും പോരാടേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ ജീവിതം തന്നെ അവന്റെ ഉത്തരമായി മാറുന്നു. എല്ലാ യുദ്ധങ്ങളും വാക്കുകൾ കൊണ്ടല്ല ജയിക്കേണ്ടത് എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ചില യുദ്ധങ്ങൾ മൗനം കൊണ്ടാണ് ജയിക്കേണ്ടത്. നിങ്ങൾ മൗനത്തെ ആശ്ലേഷിക്കുമ്പോൾ നിങ്ങളുടെ കോപം, അഹങ്കാരം, എടുത്തുചാട്ടം എന്നിവയുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കാൻ തുടങ്ങും. ഈ നിയന്ത്രണം നിങ്ങൾക്ക് മറ്റുള്ളവർക്കെതിരെയല്ല, മറിച്ച് നിങ്ങളോട് തന്നെയുള്ള വിജയമാണ് നൽകുന്നത്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ മൗനം മനുഷ്യനെ തകരാതെ കാക്കുന്നുവെന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. ചുറ്റും ബഹളവും വിമർശനവും നെഗറ്റിവിറ്റിയുമുള്ളപ്പോൾ ഉള്ളിലെ സമാധാനമാണ് നിങ്ങളെ താങ്ങി നിർത്തുന്ന കവചമായി മാറുന്നത്. യഥാർത്ഥ ധൈര്യം പ്രകടനത്തിലല്ല, മറിച്ച് സ്ഥിരതയിലാണെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. മൗനത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും തന്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. മൗനത്തിൽ നിന്ന് ജനിക്കുന്ന ഈ ധൈര്യമാണ് മനുഷ്യനെ സാധാരണക്കാരനിൽ നിന്നും അസാധാരണക്കാരനാക്കുന്നത്. ചാപ്റ്റർ 5. മൗനത്തിൽ നിന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ജനിക്കുന്നത്. മനുഷ്യൻ സ്വയം സ്വതന്ത്രനാണെന്ന് കരുതുന്നുവെന്ന് കാർഡിനൽ റോബർട്ട് സാറ ഈ അധ്യായത്തിൽ പറയുന്നു. എന്നാൽ സത്യത്തിൽ അവൻ ബഹളങ്ങളുടെയും ശീലങ്ങളുടെയും ബാഹ്യപ്രേരണകളുടെയും അടിമയായി കഴിഞ്ഞു. എപ്പോഴും എന്തെങ്കിലും കേൾക്കുക, എന്തെങ്കിലും കാണുക, എന്തെങ്കിലും സംസാരിക്കുക, ഇവയെല്ലാം നമ്മെ ബന്ധിച്ചിരിക്കുകയാണ്. മൗനത്തെ ആശ്ലേഷിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകാൻ തുടങ്ങുന്നതെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. മൗനം നമ്മെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവറയിൽ നിന്ന് പുറത്തുകൊണ്ടുവരുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിക്കുമ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലെന്നും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും നിങ്ങൾ പഠിക്കുന്നു. മൗനം നമ്മെ ഉള്ളിൽ നിന്ന് ഭാരം കുറയ്ക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന അനാവശ്യമായ വാക്കുകളും പരാതികളും ഒഴിവുകഴിവുകളും പതുക്കെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. ആഗ്രഹങ്ങളുടെ അടിമത്തത്തിൽ നിന്നും മൗനം നമ്മെ മോചിപ്പിക്കുന്നുവെന്ന് കാർഡിനൽ റോബർട്ട് സാറ പറയുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതെന്നും എന്താണ് വെറുമൊരു ശീലമായി മാറിയതെന്നും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ജനിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നാൽ തോന്നിയ പോലെ ജീവിക്കലല്ല, മറിച്ച് ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ശക്തിയാണെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. മൗനമായിരുന്ന് ചിന്തിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് മാത്രമേ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം മൗനം മനുഷ്യന് നൽകുന്നുവെന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. അവന് ആൾക്കൂട്ടത്തിന്റെ ആവശ്യമില്ല, കാരണം അവനുള്ളിലെ അവന്റെ പാത ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കും. നിങ്ങൾ മൗനത്തെ ആശ്ലേഷിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനായി മാറുന്നുവെന്ന് ഈ അധ്യായം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സാഹചര്യങ്ങൾ നിങ്ങളെ നയിക്കില്ല, ആളുകളോ ബഹളങ്ങളോ നയിക്കില്ല. മൗനത്തിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം ഇതാണ്. അത് മനുഷ്യനെ ഉള്ളിൽ നിന്ന് നിർഭയനും ശാന്തനുമാക്കുന്നു. ചാപ്റ്റർ 6. മൗനത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കാർഡിനൽ റോബർട്ട് സാറ ഈ അധ്യായത്തിൽ നമ്മെ കൊണ്ടുപോകുന്നു. മനുഷ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ ലക്ഷ്യമെന്താണ്? ഞാൻ ശരിയായ പാതയിലാണോ? എന്നാൽ അവൻ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബഹളങ്ങൾക്കിടയിലാണ് അന്വേഷിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം ഒരിക്കലും ആൾക്കൂട്ടത്തിൽ നിന്ന് ലഭിക്കില്ല എന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. അത് എപ്പോഴും മൗനത്തിലാണ് വെളിപ്പെടുന്നത്. മനുഷ്യൻ ശാന്തനായി സ്വന്തം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ തന്റെ ജീവിതം വെറും ഓട്ടപ്പാച്ചിലിനും നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് കൂടുതൽ അർത്ഥവത്തായ മറ്റെന്തിനോ വേണ്ടിയാണെന്ന് അവന് മനസ്സിലാകാൻ തുടങ്ങുന്നു. മൗനം മനുഷ്യന് ദിശ കാണിച്ചു കൊടുക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. പുറത്തെ ശബ്ദങ്ങൾ കുറയുമ്പോൾ ഉള്ളിലെ ദിശ വ്യക്തമായി കേൾക്കാൻ കഴിയും. ലക്ഷ്യം എപ്പോഴും വാക്കുകളിലൂടെയല്ല വരുന്നത് എന്ന് കാർഡിനൽ റോബർട്ട് സാറ പറയുന്നു. അതൊരു സമാധാനമായി, ഒരു വ്യക്തതയായി, അടിയുറച്ച വിശ്വാസമായി അത് രൂപപ്പെടുന്നു. ഏതു വഴിയാണ് ഉള്ളിൽ ശരിയെന്ന് തോന്നുന്നതെന്നും ഏതു വഴിയാണ് മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ മാത്രം ഫലമെന്നും മൗനത്തിൽ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നു. ലക്ഷ്യത്തിലേക്കുള്ള അന്വേഷണം ഒറ്റയടിക്ക് പൂർത്തിയാകുന്ന ഒന്നല്ല, മറിച്ച് ഇതൊരു യാത്രയാണെന്നും ഈ യാത്രയിൽ നമ്മുടെ ഏറ്റവും വലിയ വഴികാട്ടി മൗനമാണെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും അല്പനേരം മൗനമായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതം പതുക്കെ ശരിയായ ദിശയിലേക്ക് തനിയെ സഞ്ചരിക്കാൻ തുടങ്ങുന്നുവെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. എല്ലാ വഴിത്തിരിവുകളിലും അവന് അലഞ്ഞുതിരിയേണ്ടി വരില്ല, കാരണം അവന്റെ കേന്ദ്രം ശക്തമായി കഴിഞ്ഞിരിക്കും. നിങ്ങൾ മൗനത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ജീവിതം ഒരു ഭാരമല്ല, മറിച്ച് അർത്ഥവത്തായ ഒരു യാത്രയായി മാറുന്നുവെന്ന് ഈ അധ്യായം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല, എന്തിനുവേണ്ടിയാണോ നമ്മൾ നിലനിൽക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഈ മൗനം നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ചാപ്റ്റർ 7. മൗനം യഥാർത്ഥ സമാധാനത്തിലേക്കും പൂർണ്ണതയിലേക്കുമുള്ള വഴിയാണ്. ഈ അവസാന അധ്യായത്തിൽ
കാർഡിനൽ റോബർട്ട് സാറ മുഴുവൻ സന്ദേശത്തെയും ആഴത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് കൊണ്ടുവരുന്നു. കൂടാതെ മനുഷ്യൻ പുറത്തന്വേഷിക്കുന്ന സമാധാനം എപ്പോഴും അവന്റെ ഉള്ളിൽ തന്നെയുണ്ടെന്നും പറയുന്നു. അതിലേക്കെത്താനുള്ള വഴി കടന്നുപോകുന്നത് മൗനത്തിലൂടെയാണ് എന്നു മാത്രം. കൂടുതൽ നേടുന്നതിലൂടെയും കൂടുതൽ സംസാരിക്കുന്നതിലൂടെയും കൂടുതൽ പ്രദർശിപ്പിക്കുന്നതിലൂടെയുമാണ് ജീവിതം പൂർണ്ണമാകുന്നത് എന്നാണ് ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ജീവിതത്തിന്റെ പൂർണ്ണത വരുന്നത് കുറയ്ക്കുന്നതിലൂടെയാണെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. ബഹളങ്ങൾ കുറയ്ക്കുന്നതിലൂടെ, പ്രതീക്ഷകൾ കുറയ്ക്കുന്നതിലൂടെ, വാക്കുകൾ പരിമിതപ്പെടുത്തുന്നതിലൂടെ മൗനം നമ്മെ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്നു. സാഹചര്യങ്ങളെയും സ്വയം തന്നെയും മനുഷ്യൻ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ പോരാട്ടങ്ങൾ തനിയെ കുറയുന്നു. മൗനം മനുഷ്യനെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. കഴിഞ്ഞുപോയ ഇന്നലെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ നാളെയെക്കുറിച്ചുള്ള ഭയമോ ഇല്ലാതെ ഇപ്പോൾ എന്താണുള്ളത് അതിൽ സംതൃപ്തി കണ്ടെത്താൻ അത് പഠിപ്പിക്കുന്നു. മൗനം നമ്മെ നന്ദിയുള്ളവരാക്കുന്നു എന്ന് കാർഡിനൽ റോബർട്ട് സാറ പറയുന്നു. കാരണം സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുൻപ് തന്നെ എത്രമാത്രം കാര്യങ്ങൾ സ്വന്തമായുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുക. യഥാർത്ഥ സമാധാനം ഒരു ബാഹ്യവ്യവസ്ഥയിൽ നിന്നല്ല വരുന്നതെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അത് ഉള്ളിലെ ഒരവസ്ഥയാണ്. മൗനത്തോടെ ജീവിക്കാൻ പഠിക്കുന്ന വ്യക്തി ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതെ, സന്തോഷത്തിൽ മതിമറക്കാതെ അവൻ ജീവിക്കുന്നു. ഈ സന്തുലിതാവസ്ഥ തന്നെയാണ് പൂർണ്ണതയുടെ ലക്ഷണം. മൗനമെന്നത് എന്തിൽ നിന്നൊക്കെയോ ഉള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് അതൊരു ആഴത്തിലുള്ള അവബോധമാണ് എന്ന സന്ദേശം ഗ്രന്ഥകർത്താവ് അവസാനം നമുക്ക് നൽകുന്നു. നിങ്ങൾ മൗനത്തെ ആശ്ലേഷിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല, മറിച്ച് ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതുകൊണ്ടാണ് മൗനം വെറുമൊരു പരിശീലനം മാത്രമല്ല, മറിച്ച് ഒരു ജീവിതരീതിയാണെന്ന് പറയുന്നത്. മൗനം ജീവിതരീതിയായി മാറുമ്പോൾ സമാധാനം ശാശ്വതമാകുകയും ജീവിതം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പൂർണ്ണമാകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഓഡിയോ ബുക്ക് യാത്ര മുഴുവൻ ഇവിടെ വരെ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഒരു നിമിഷം ഒന്ന് നിന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. എന്നിട്ട് സ്വയം ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ബഹളം അല്പമെങ്കിലും കുറഞ്ഞോ? മനസ്സിന് കുറച്ചുകൂടി ശാന്തത തോന്നുന്നുണ്ടോ? ഉവ്വ് എന്നാണെങ്കിൽ അതുതന്നെയായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യവും. ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല കാർഡിനൽ റോബർട്ട് സാറ നമ്മെ പഠിപ്പിക്കുന്നത്, മറിച്ച് ലോകത്തിന് നടുവിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ മൗനത്തെ എങ്ങനെ ജീവനോടെ നിലനിർത്താം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ കുറച്ചുനേരത്തെ സമാധാനമെങ്കിലും നൽകാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ ശക്തിയും സമാധാനവും പുറത്തല്ല ഉള്ളിലാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്കിൽ ഇതൊരു വെറും ഓഡിയോ ബുക്ക് മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതയാത്രയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇനി ഈ മൗനത്തെ വെറുതെ കേട്ട് മറക്കണോ അതോ ജീവിതത്തിൽ പകർത്തണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ചിന്തകളെ മാറ്റിമറിക്കുന്ന ഇത്തരം ആഴത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് നൽകുന്ന സൂചന നിങ്ങൾക്ക് വേണ്ടത് ബഹളങ്ങളല്ല, മറിച്ച് അർത്ഥമുള്ള കാര്യങ്ങളല്ല, മറിച്ച് അർത്ഥമുള്ള കാര്യങ്ങളാണ് എന്നാണ്. അടുത്ത ഓരോ ഓഡിയോ ബുക്കുകളും ഓരോ പുതിയ ചിന്തകളും മൗനം നിറഞ്ഞ ഓരോ സന്ദേശങ്ങളും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും ഉള്ളിൽ അസ്വസ്ഥരായി, കുഴപ്പത്തിലായി, സമാധാനം തേടി അലയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അവർ അന്വേഷിക്കുന്ന ആ മൗനം ഈ വീഡിയോ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. ഓർക്കുക, സമാധാനം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ജീവിതരീതിയാണ്. ആ രീതി തുടങ്ങുന്നത് മൗനത്തിൽ നിന്നുമാണ്. നന്ദി സുഹൃത്തുക്കളെ.